ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് അമീൻ സാറാണ്. എഡി സാറാണ്. തീർച്ചയായിട്ടും എൻ്റെ മക്കൾ തമ്മിലേയും കണ്ടതുപോലെ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് പോകുമ്പോൾ എൻ്റെ മക്കൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാനാണ്. ആദ്യം തന്നെ എഡി സാറേ, 9ന്റെ അവസ്ഥ എന്താ? നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിലെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 9ാം ക്ലാസ്സിലാണ് എന്നുള്ളതാണ് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അഥവാ ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ ഏറ്റവും ടഫായ ക്ലാസ്സിലേക്കാണ് എൻ്റെ മക്കൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ആ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എൻ്റെ മക്കൾ 3 കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, അതായത് നിങ്ങൾക്ക് മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ് ഈ 3 സബ്ജക്റ്റുകൾ 80 മാർക്കിൻ്റെ എക്സാമും മറ്റ് സബ്ജക്റ്റുകൾക്ക് 40 മാർക്കിൻ്റെ എക്സാംസും ആണ് എഴുതാനുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബേസിക് സയൻസ് ഇവിടെ ഒരു ദിവസം പരീക്ഷ ചെയ്യുന്ന വിഷയമാണ്. ആ ഒരു ദിവസം കൊണ്ടാണ് ഇവർ 3 എക്സാം ചെയ്യുന്നത്. അത് 20 മാർക്കിൻ്റെ എക്സാം ആയിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അത് 3 ദിവസങ്ങളിലാവാം, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെ 40 മാർക്കിൻ്റെ എക്സാം ആയിട്ട് കെമിസ്ട്രിയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പരീക്ഷ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എൻ്റെ മക്കളെ മനസ്സിലാക്കി വെക്കുക, ഇതുവരെ പഠിച്ചതുപോലെയല്ല ഇനി 9ാം ക്ലാസ് പഠിക്കേണ്ടത്. മക്കളെ ആദ്യമേ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പല്ലേ സാറേ? അതുകൊണ്ട് മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ട് എൻ്റെ മക്കളോട് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും ടഫായ സബ്ജക്റ്റ് പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടേക്കുള്ള 9ാം ക്ലാസ്സിലെ എക്സാം എൻ്റെ മക്കൾക്ക് നല്ല ടഫായിട്ട് വരും. അതിനൊറ്റ കാര്യമുള്ളൂ, എപ്പം തുടങ്ങണം ഇവർ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം 8ാം ക്ലാസ് വരെയൊക്കെ അവർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് മാത്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ ആ മോഡലിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇവരെ കാത്തിരിക്കുന്നത് 9ാം ക്ലാസ് മുതലാണ്. അഥവാ ഞങ്ങളിത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. കാരണം ഒരുപാട് മക്കൾ 9 അവസാന എക്സാമിന് സമയത്ത് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് നല്ല ക്ലാസ്സിൽ എത്താമായിരുന്നു, ലാസ്റ്റാണ് ഞങ്ങൾ നോക്കിയത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ട്. അതായത് 9ാം ക്ലാസ്സിൽ നിങ്ങൾ തലേന്ന് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പഠിച്ചൊരു കോൺസെപ്റ്റിനെ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ട ഫിസിക്സിലൊക്കെ പ്രധാനമായിട്ടും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് 9ാം ക്ലാസ്സിലാണ്. മക്കളെ തുടങ്ങിക്കോളി, ഇപ്പം തന്നെ തുടങ്ങിക്കോളി. ഞങ്ങൾ 2 പേരും വന്ന് എൻ്റെ മക്കളോട് പറയാനുള്ള കാരണം 8ാം ക്ലാസ് കഴിഞ്ഞ് ഇനി 9ാം ക്ലാസ് കുറേ സമയം നമുക്കില്ലേ, കുറേ കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് ജൂണിൽ തുടങ്ങിയാൽ പോലെ ആലോചിക്കുന്നവരുണ്ടാവും. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇനി വരാൻ പോകുന്ന ഓൺ എക്സാമിന് വെറും എൻ്റെ മക്കൾക്കുള്ളത് ജൂൺ ജൂലൈ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ഫസ്റ്റ് വീക്കിലോ എൻ്റെ മക്കൾക്ക് ഓൺ എക്സാം വരാൻ വേണ്ടി പോവാം. അഥവാ നിങ്ങൾ ജൂൺ തുറന്നിട്ട് സ്കൂൾ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾ ആലോചിച്ചാൽ മതി, 8 തന്നെ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 9 അതേ അവസ്ഥ ഇവർക്ക് പലർക്കും പേടിയുള്ള സബ്ജക്റ്റ് മാത്സ്. 15 ചാപ്റ്റർ ആണ് മാത്സ് പഠിക്കാനുള്ളത്. സോഷ്യൽ അതേപോലെ ടെക്സ്റ്റ് ബുക്ക് ആവും. സോഷ്യൽ ഹിസ്റ്ററി വരുന്നു, ജോഗ്രഫി വരുന്നു. മക്കളെ വേഗം തുടങ്ങിക്കോ. ഒരുപാട് മക്കൾ തുടങ്ങി. ഇത് ആദ്യത്തെ ചാപ്റ്ററിന് ബേസിക് കാര്യങ്ങൾ നമ്മളിപ്പോൾ നിഞ്ച ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുള്ളൂ. അതായത് നിങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഗംഭീരമായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന നമ്പറിൽ, അതായത് 9995400800 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ജസ്റ്റ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ പേര് കാര്യങ്ങൾ നിങ്ങൾ അച്ഛൻ്റെ നമ്പർ കൊടുത്താൽ മതി, ഞങ്ങൾ നിങ്ങളെ വിളിച്ചോളാം. നമുക്ക് നോക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ഈ 9ാം ക്ലാസ് പഠിച്ച് സെറ്റാക്കാം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ 2 പേരും ഉണ്ടാകും. ഞങ്ങൾ 2 പേരല്ല, നമ്മൾ ഫുൾ ടീം, ഫുൾ ടീച്ചേഴ്സ്, ഫുൾ സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സോ വെൽക്കം ടു നിഞ്ച ഫാമിലി. യെസ്.